വെളുത്തുള്ളിയോ ഇഞ്ചിയോ അത് പാൻ വെച്ചെടുക്കുന്നു. അതിലേക്ക് കടുകാണ് ആദ്യം കൊടുക്കുന്നത്. കടുക് കുറച്ചധികം വേണം ഈ ഒരു അച്ചാർക്ക്. ഇതിങ്ങനെ പൊട്ടി വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നാൽ മതി. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ ഞാൻ അത്രയും ചെറുനാരങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. കൂടുതൽ വറുത്തൊരു പൊട്ടൊന്നും കാണില്ല. പൊട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ചൂടായി കിട്ടിയാൽ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാനൊക്കെ പറ്റും. ഓക്കെ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് തരിതരിപ്പായിട്ടുള്ള ഒരു രീതിയിലാണിത് പൊടിച്ചെടുക്കേണ്ടത്. നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ എണ്ണ ഒഴിച്ചെടുക്കാം. ഇപ്പം മതിയിട്ട് എണ്ണ. അപ്പോൾ ഈ എണ്ണ ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി എണ്ണ തിളച്ച് വരരുത്, ഒന്ന് ചൂടായാൽ മതി. അതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ആക്കണം, എന്നിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ മുളക് പൊടി ഞാൻ ആവശ്യത്തിനോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇളക്കി കൊടുക്കുക. ഈ മുളക് പൊടിയും ഈ എണ്ണയും തമ്മിൽ നല്ല രീതിയിലൊന്ന് കമ്പൈനായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇത് ഇളക്കി കൊടുക്കുക. ഉണ്ടോ, നല്ലൊരു കളറിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഈ പൊടിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോവുകയും ചെയ്യും. പിന്നെ ഇത് കെട്ടാത്ത രീതിയിലുള്ള ആവും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കും. അപ്പോൾ അതാ കടുക് ഉലുവ ഇതുപോലെയാണ് കേട്ടോ പൊടിച്ച്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. നമ്മളൊരു അച്ചാർ ഉണ്ടാക്കുമ്പം തീർച്ചയായിട്ടും അച്ചാർ പൊടി കായത്തിൻ്റെ പൊടി വേണം. കായത്തിൻ്റെ പൊടിയാണ് ഈ അച്ചാറിന് നല്ല ടേസ്റ്റൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ടക്കായാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം അത് പൊടിച്ചെടുത്തിട്ട് ആ ഒരു രീതിയിൽ ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ കായത്തിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ഒരു സമയത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ചെറുനാരങ്ങ ഇത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഉപ്പിലിട്ടിക്കുമ്പോൾ കുപ്പിയിൽ തന്നെ ഇട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഭരണിയിൽ. അങ്ങനെ ആകുമ്പോൾ അച്ചാറ് കേടാകാതെ ഇതാവുള്ളൂ. അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇതേപോലെയുള്ള ബോട്ടിലൊക്കെ ഇട്ടിച്ചാൽ പെട്ടെന്ന് തന്നെ അത് ഇതായിപ്പോവും. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിയുപ്പാണ് ഈ ഒരു സമയത്ത് ഇടുന്നത്. ആദ്യം കല്ലുപ്പിലാണ് ഇത് ചെയ്യാനായിട്ട് വെച്ച്. ഇതിലേക്ക് വിനാഗിരിയും കൂടി വെച്ചെടുക്കുക. ഈ ഒരു അച്ചാറ് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാം. ഇന്നാണെങ്കിൽ ഇന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതല്ല 1-2 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റ് ആവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. വളരെ ഈസിയാണല്ലോ ഉണ്ടാക്കാൻ. അതാ അച്ചാറ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. വിനാഗിരി ഇവിടെ ഉള്ളത് തീർന്നു. അപ്പോൾ അത് ഒഴിച്ചിട്ട് നമുക്കൊന്നും കൊടുക്കണം.